സിപിഐക്ക് സീറ്റ് നൽകാതെ ബിജെപിയെ ജയിപ്പിക്കാനാണ് വെള്ളിനേഴി പഞ്ചായത്തിൽ സിപിഎം ശ്രമിക്കുന്നതെന്ന് സിപിഐ നേതാക്കൾ. മുന്നണി മര്യാദ ലംഘനമാണ് പഞ്ചായത്തിൽ നടക്കുന്നത്. എങ്കിലും സ്ഥാനാർത്ഥികളെ പുറത്തുനിന്ന് സഹായിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 4 ബ്രാഞ്ച് കമ്മിറ്റിയും ഒരു ലോക്കൽ കമ്മിറ്റിയും ഉള്ള വെള്ളിനേഴി പഞ്ചായത്തിൽ സിപിഐക്ക് മാത്രം സീറ്റ് തരില്ല എന്ന് CPIM വിവരമില്ലായ്മ അലങ്കാരമായി കൊണ്ടു നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന നഷ്ടങ്ങൾക്ക് 2 മുന്നണികൾക്കും വരും കാലങ്ങളിൽ വലിയ തലവേദനയാകും എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. 13 വാർഡുണ്ടായിരുന്ന പഞ്ചായത്തിൽ 14 വാർഡായി ഉയർന്നിട്ടുണ്ട്. അധികമായി വന്ന വാർഡുകൾ ഘടകകക്ഷിക്ക് നൽകണമെന്നാണ് മുന്നണി തീരുമാനം. എന്നാൽ പഞ്ചായത്ത് തലത്തിൽ ഈ തീരുമാനം നടപ്പാക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ചർച്ച വന്നപ്പോഴേക്കാണ് അവരെ കൂടെ നിന്നാൽ മതി, അങ്ങനെ ഞങ്ങൾക്ക് പിന്നാലെ നടക്കേണ്ട ഗതികേടൊന്നും CPIക്ക് ഇല്ല. CPIക്ക് അംഗീകാരം ഇപ്പൊ പാലക്കാട് ജില്ലയിൽ ഏറ്റവും തർക്കമില്ലാതെ പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ ഒരു പാർട്ടി വെളിയിലെ CPI ആണ്. അപ്പൊ അത് ചിലവർക്ക് തലവേദനയാണെന്ന് ഞങ്ങൾ ഉത്തരവാദിയല്ല. ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ വേറൊരു ദോഷം വരാ, ഞങ്ങൾ ആളുകൾക്ക് ദോഷം വരാതെ ആളുകൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കാറുള്ളൂ. അതിൽ മറ്റുള്ള ആളുകൾക്ക് ദോഷം ചെയ്യുന്നതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. പക്ഷെ BJP വന്നാലും CPI വരരുതെന്നുള്ള മനോഭാവം കൊണ്ടാണ് വെളിയിൽ നിൽക്കുന്നത് വെച്ചാൽ ഞങ്ങൾ സർവ്വമായതും പല്ലും നഖം ഉപയോഗിച്ച് BJPനെ ഇപ്പൊ ഒരു വാർഡ് BJP കഴിഞ്ഞ പ്രാവശ്യം അവിടെ പിടിച്ചു. ഒരു വാർഡിലും BJPനെ അണയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളെ വെല്ലുവിളിയാണ്. CPMന്റെ പ്രാദേശിക നേതൃത്വം BJPനെ വളർത്താനാണ് നോക്കുന്നുണ്ടെങ്കിൽ CPI ശക്തമായ രീതിയിൽ നേരിടും. അതിൽ യാതൊരു തർക്കമില്ല. ഒരു സീറ്റുകൾ അടുത്ത ഈ സഭ ഇത് കഴിഞ്ഞാല് വാർത്താ സമ്മേളനം വിളിച്ചോളി, ഞങ്ങൾ വരാം. ഒരു സീറ്റ് വെള്ളിനേയിൽ BJPക്ക് വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. CPMന്റെ പല ആളുകൾക്കും അതാണ് ആവശ്യം. CPI ഇല്ലെങ്കിലും ഒരു CPMകാരെ BJP പോയിട്ട് സ്ഥാനാർത്ഥിയായി എന്നാണ് പറഞ്ഞ് കേട്ടറിവുള്ളൂ. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. ഉള്ള സ്ഥാനാർത്ഥികളും ഉള്ള പ്രവർത്തകരൊക്കെ BJPയുടെ ആളുകളാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളൊക്കെ വളർന്നു വന്നതും കണ്ടു വളർന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി കണ്ടിട്ടാണ്. ഒരു സീറ്റും ഒരാളും ഇല്ലാത്ത പാർട്ടിയിൽ ഞങ്ങൾ എത്രയും എത്തിച്ചല്ലോ. അത് ജനങ്ങളുടെ ഇടയിൽ ഞങ്ങളെ പാർട്ടിക്ക് ഒരു അംഗീകാരം ഉണ്ട്. അതിന് നാളെ പഞ്ചായത്ത് മെമ്പർ ആവണ്ട, പഞ്ചായത്ത് പ്രസിഡന്റ് ആവണ്ട, ഇതൊന്നും ആവണമെന്നില്ല. കുടിവെള്ളം, റോഡ് തുടങ്ങിയ പ്രശ്നങ്ങൾ പഞ്ചായത്തിൽ പരിഹരിക്കപ്പെടാതെ തുടരുകയാണ്. ഇത് CPM ഭരണസമിതിയുടെ പോരായ്മയാണ്. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായാൽ ഉത്തരവാദിത്വം CPMന് മാത്രമായിരിക്കും. മുന്നണിക്ക് ദോഷമുണ്ടാകുന്ന കാര്യങ്ങൾ CPIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. LDF സ്ഥാനാർത്ഥികളെ പുറത്തുനിന്ന് സഹായിക്കും. എന്തുണ്ടെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് CPIയുടെ മണ്ടക്കില്ല. അതാണ് ഇപ്പോൾ വെളിനേയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചത് വലിയൊരു വിഷയമൊന്നുമല്ല. പക്ഷേ ദേശീയ കൗൺസിലിന്റെ തീരുമാനം, സംസ്ഥാന കൗൺസിലിന്റെ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരായതുകൊണ്ടാണ് ഒരു അച്ചടക്കമുള്ള കമ്മ്യൂണിസ്റ്റേറി എന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ സമയത്ത് CPMനെ ഉപദ്രവിക്കാൻ പോകുന്നത്. എന്നാൽ ഈ കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ഭരണപരാജയം കൊണ്ടാണ് ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്താത്തത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇല്ല, മത്സരിച്ച CPM ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ മത്സരിച്ചു കഴിഞ്ഞാൽ BJP എതിരാളികൾ അപ്പുറത്ത് ശക്താണ്. ഞങ്ങൾ CPMന്റെ അതെന്ത് CPI വെളിനേഴില്. അപ്പൊ CPM തകർന്നടിയാണ് ഞങ്ങൾ കണ്ടിരിക്കാറുണ്ട്. അത് CPMന് പറ്റപ്പെട്ട ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടാണ്. അവരെ ഞങ്ങൾ സഹായിക്കും. വെള്ളിനേഴി പഞ്ചായത്തിൽ CPIക്ക് സീറ്റ് നൽകാതെ CPM ശ്രമിക്കുന്നത് BJPയെ ജയിപ്പിക്കാനാണെന്നും BJPയെ ഒരു വാർഡിലും ജയിക്കാൻ അനുവദിക്കില്ലെന്നും CPI നേതാക്കൾ പറഞ്ഞു. CPMനെ ജയിപ്പിക്കണം തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. CPMനെ 14 വാർഡിൽ ഞങ്ങൾ ജയിപ്പിക്കണം എന്നുള്ള നല്ല പോരാട്ടം തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത്. അതിലെവിടെയെങ്കിലും പോരായ്മ വന്നാൽ ഇത് ഉത്തരവാദിത്വം CPMന് തന്നെയാണെന്ന്. ഞങ്ങൾക്കിപ്പോ അതിന്റെ ചൂട് കൂടെ വേറെ എന്തെങ്കിലും ഒരു കുറുക്ക് വഴിയൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് സ്ഥാനത്ത് ഇരിക്കാനും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഞങ്ങൾ CPMനെ ഇപ്പോ വിജയിപ്പിക്കാന്നാ ഞങ്ങളെ മുന്നില്. അപ്പൊ LDF ഒന്നുമില്ല. അവര് ചില സമയത്ത് ഗുരുവായൂരമ്പലത്തിലൊക്കെ കൊണ്ട് പേരിടുന്നുണ്ട്. CPMനെ ഒരു പേരുള്ളൂ, LDF ഇതുവരെ വെളിനേയിലില്ല. പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലെ വികസനമില്ലായ്മകളും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കലാഗ്രാമത്തിൽ കലാകാരന്മാരുടെ ഫോട്ടോ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ 42ഓളം കലകളും എല്ലാവരും കയറും വയറുള്ളവരല്ല. പല ആളുകളും പല ജാതിയിലുള്ളവരാണ്. അതിന് ഉദാഹരണമാണ് നിങ്ങളൊന്ന് പോയി വെക്കും കുറുവട്ടൂര് ജാമ്യാരെ വീട്. ഇപ്പൊ ഇതിന്റെ ഇടയിൽ CCN ചാനലിലെ റിപ്പോർട്ടില് ചാമ്യാരെ വീടിന്റെ വാർത്ത വന്നു. അത് വന്നത് 2 വർഷം മുമ്പ് വന്ന വാർത്ത. ഇപ്പൊ ആരോ അത് കുത്തിപ്പൊങ്ങിച്ചു. ആരോ അതിന്റെ അടിയിൽ കുത്തിപ്പൊങ്ങിച്ച് അതുണ്ട്. എന്നിട്ട് അത് ചർച്ച ചെയ്യും.
CCN ചാനൽ അതാ വാർത്ത കൊടുക്കുന്ന രാധാകൃഷ്ണൻ പറഞ്ഞു. അപ്പൊ ഇവര് അധികം പോയിട്ടാന്ന് പറഞ്ഞത് 2 കൊല്ലം മുന്നേ ഇപ്പൊ ജാമ്യം ഒരു കുടിൽ കെട്ടിയിട്ട് അതിന്റെ ഉള്ളിലാണ്. ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് പാവപ്പെട്ട ആളുകൾക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ഇവിടെ ദാരിദ്ര്യമുക്ത കേരളമാണ്, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയൊരു നല്ലൊരു സംസ്ഥാനം കേരളമാണെന്നും വിലയിരുത്തിയപ്പോൾ വെള്ളിനേഴി പഞ്ചായത്തിൽ കൂട്ടരെ എപ്പോഴും ഷെഡിന്റെ ഉള്ളിൽ ആളുകൾ കഴിയണതേ. അറിയപ്പെടുന്ന കലാകാരന്മാർ ഉൾപ്പെടെ ഷെഡിന്റെ ഉള്ളിലാണ് കഴിയണത്. നിങ്ങൾ ആ കുറുവട്ടൂർ കൂടെ പോയി നോക്കി, ജാമ്യർ 1 അങ്ങനെ ലക്ഷം വീട്, MN ലക്ഷം വീട് പൊളിഞ്ഞ് പാപ്പർ സൂട്ടായിട്ട് കിടക്കുന്നതാണ്. ശ്രീകൃഷ്ണപുരം മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ, വെള്ളിനേഴി ലോക്കൽ സെക്രട്ടറി K ഹരിദാസ്, P സ്വാമിനാഥൻ, PV സുരേഷ്, T ബാലചന്ദ്രൻ, VP അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ചെറുപ്പുളശ്ശേരി.